എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ആണ്. വ്യൂസിന് ഇന്ന് യൂണിവേഴ്സ് തരുന്ന ഡിവൈൻ മെസ്സേജ് ആണ്. അതിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കാർഡ് ഞാൻ ആദ്യം എടുത്തതാണ്. ഫസ്റ്റ് തന്നെ വന്നത് 5 ഓഫ് സോർട്സ് ആണ്. 5 ഓഫ് സോർട്സ് എന്ന് പറയുമ്പം ബലം പ്രയോഗിച്ചിട്ടൊന്നും നേടുന്നത് അത് ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. ബലം പ്രയോഗിച്ചിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട, ഒന്നും ശാശ്വതമായി കിട്ടില്ല. എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് സൂക്ഷിക്കണം എന്ന്. അന്യായമായ ഇടപാടുകളിലൂടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത, എന്തെങ്കിലും മോഷണം പോയി എന്തെങ്കിലും, അല്ലെങ്കിൽ അപമാനിക്കപ്പെടാനൊരു സാധ്യതയുണ്ട്. സ്വന്തം അപമാനം നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യം എന്നുണ്ട് കേട്ടോ. ജോലിയിൽ ഒരു പോരാട്ടം ഉണ്ടെന്നാണ് പറയണത്. ജോലി സ്ഥലത്തും ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ജോലിയിൽ സമ്മർദ്ദം ഉണ്ടാവുക, പിരിമുറുക്കുണ്ടാവുക, തർക്കങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്ന് ഉണ്ടാവും. അതൊന്ന് സൂക്ഷിക്കണം. മോശമായ ഒരു ശത്രുതയുണ്ട് കേട്ടോ. മോശമായതല്ലാത്തതായ ഒരു ശത്രുതയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ റിലേഷൻഷിപ്പില് ഒരു ചീറ്റിംഗ് സാധ്യതയുണ്ട്. അത് തേർഡ് പാർട്ടി ഉണ്ട്, അതുകൊണ്ടാണ് ആ ചീറ്റിംഗ് വരുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് മറ്റു പലരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതൊരു പുതിയ ബന്ധത്തിനുള്ളൊരു സാധ്യത, നല്ലൊരു പ്രണയത്തിന്റെ വിജയം. ചിലർക്ക് ഇത് ഒരുപാട് പേര് കാണുന്നല്ലേ, അപ്പൊ കുറച്ചു പേർക്കൊക്കെ നല്ലൊരു ബന്ധത്തിന്റെ തുടക്കം പറയുന്നുണ്ട്, നല്ലൊരു പ്രണയത്തിന്റെ വിജയം പറയേണ്ട, സ്നേഹം, സന്തോഷം, ആരോഗ്യം എല്ലാം വരുന്നു എന്നാണ് പറയുന്നത്. എല്ലാത്തിന്റെ ഒരു തുടക്കമാണെന്നാണ് പറയുന്നത്. പുതിയ ഒരു യാത്രയ്ക്ക് തുടക്കം. ഇത് പ്രണയത്തെ കുറിച്ചുള്ളൊരു കാർഡാണ്. ഏസ് ഓഫ് കപ്സ് നല്ല ബന്ധം വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ദൃഢമായ സ്നേഹബന്ധം, പവിത്രമായ സ്നേഹബന്ധമൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ബിസിനസ്സിലായാലും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പില് സന്തോഷം കവിഞ്ഞൊഴുകുന്നു പറയുന്നത്. നല്ല സ്നേഹം ഉണ്ടാവുന്നതാണ് പറയുന്നത്. കുറച്ചു പേർക്കൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഒരു ചീറ്റിങ്ങും വരുന്നുണ്ട്. പിന്നെ എംപ്രസ് നിങ്ങളിലേക്ക് ഒരു അബണ്ടന്റ് വരുന്നെന്ന് പറയുന്നത്. ബിസിനസ്സിലായി നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്ന നല്ല സമയമാണെന്നാണ് പറയുന്നത്. നല്ല ഈശ്വരാധീനുണ്ട്. നിങ്ങൾക്ക് എല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ 7 ഓഫ് പെന്റിക്കിൾസ് ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതിനോ അത് നിലവിലുള്ളതൊക്കെ വികസിപ്പിക്കുന്നതിനൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് പറയണത്. നല്ല വളർച്ച ഉണ്ടാവും. നിങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്ന് പറയണു. പേരും പ്രശസ്തിയൊക്കെ നിങ്ങളുടെ ജോലിയിൽ കൂടെ ഉണ്ടാവുന്ന പറയണം. നല്ല ഉയർച്ച ഉണ്ടാവുന്നു. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നാണ് പറയണത്. നിങ്ങളെ മറ്റുള്ളവരെ സമ്പത്ത് കണ്ട് അസൂയപ്പെടാൻ, നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകളെയൊക്കെ കണ്ടെത്തി നിങ്ങൾ വിജയിക്കുക. ഒരുപാട് പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം, വലിയൊരു ആഗ്രഹമാണെന്നാണ് പറയുന്നത്. പിന്നെ 4 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. 4 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ഭൗതികമായ സമ്പത്തിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങളെ മൂല്യമുള്ള വസ്തുക്കളെയൊക്കെ സംഭരിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂല്യമുള്ള വസ്തുക്കളെയൊക്കെ സംഭരിക്കുന്ന ഒരു വ്യക്തിയാണ്. അധികാരത്തോട് ഒത്തിരി താല്പര്യമുള്ള ആളാണെന്നാണ് പറയുന്നത്. വളരെയധികം പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. പണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും ഉണ്ട്. പണത്തെ കുറിച്ചുള്ള ചിന്തയൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ ലവേഴ്സ് ആണെങ്കിൽ, റിലേഷൻഷിപ്പിലാണെങ്കിൽ കാമുകന്മാര് വളരെയധികം സ്നേഹിക്കുന്നു. മറ്റവർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാ പറയുന്നത് റിലേഷൻഷിപ്പില്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്. ചെറിയൊരു റീഡിംഗ് ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.